ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റായിരുന്നു കേട്ടോ. ഒരു 5 മണിക്ക് നീച്ചതിന് ശേഷം ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ച് കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഏട്ടനും അച്ഛനും വെട്ടാനൊക്കെ പോയിട്ടോ, റബ്ബർ വെട്ടാനൊക്കെ പോയി. അപ്പോൾ ഇപ്പോൾ വെട്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കിടന്നു. പിന്നെ നീക്കുന്നത് 7 മണിയായിട്ടാണ്. അപ്പം ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. ഇല്ലെങ്കിൽ പിന്നെ ഒരു 8 മണി 8:30 വരെയൊക്കെ കിടക്കുന്ന ദിവസങ്ങൾ ഉണ്ടാവലുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ചൊവ്വാഴ്ചയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണേ. അപ്പോൾ ആർക്കും പരാതിയും പരിഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്മയും അങ്ങനെ കിടക്കൂട്ടോ. അപ്പോൾ പുലർച്ചയ്ക്ക് നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉള്ളിയും കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ദിവസമായിട്ട് നൂൽപുട്ട് ഇങ്ങനെ അടുപ്പിച്ചുണ്ടാക്കണുണ്ട് കേട്ടോ. അപ്പോൾ ദോശയൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ഒരു ദിവസം നൂൽപുട്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് തന്നു. അപ്പോൾ പിറ്റേന്നും അതന്നെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ, അത് പഴനിക്ക് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാൻ. അപ്പോൾ ഒരു ഇതിൽ പുറത്ത് തീയൊക്കെ കത്തിച്ച് ചോറൊക്കെ വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കരി പിടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നല്ലോണം കഴുകി കൊടുക്കലുണ്ട്. പിന്നെ ഇപ്പോൾ എപ്പോഴും ഓൽക്കുക തന്നെ പണി. അപ്പോൾ പിന്നെ അനുമോളന്നെ കഴുകി വയ്ക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കിച്ചൺ സെറ്റിന് 80 രൂപയാണ് വന്നത് കേട്ടോ. ഇതിൽ 1-2 പാത്രങ്ങളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഓരോന്ന് വെച്ചിട്ടുള്ളതാണ്. മുരിങ്ങയിലേക്ക് ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നൂൽപുട്ടിൻ്റെ അച്ച് ഞാൻ കഴുകിയിട്ട് ഒന്ന് ഉണങ്ങാനായിട്ട് വെച്ചതാണ് കേട്ടോ അടുപ്പിൻ്റെ ആ സൈഡിൽ. അപ്പോൾ പെൽച്ചയ്ക്ക് നീക്കിക്കൊണ്ട് ചായയും കടിയും കറിയൊക്കെ ആവും കേട്ടോ. പിന്നെ സാവധാനമുള്ളൂ ചോറും കറിയൊക്കെ വെക്കലുള്ളത്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ എഴുന്നേറ്റത് അമ്മേൻ്റെ അനിയത്തീൻ്റെ വീട്ടിലേക്കൊന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അമ്മേൻ്റെ അനിയത്തി ഊരവേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ എണീറ്റത് കേട്ടോ. അപ്പോൾ കുറച്ച് നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പിലിട്ടതൊക്കെ മക്കൾക്ക് തിന്നിട്ട് മടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്ന് അച്ചാറാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുറ്റടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ മുറ്റടിക്കാനൊക്കെ ഇറങ്ങണം. അപ്പോൾ 2 ഇവിടെ നല്ല ഉറക്കിലാണ് കേട്ടോ. അപ്പോൾ സ്കൂളില്ലല്ലോ. അപ്പോൾ ആ ഒരു സുഖത്തിൽ അങ്ങനെ ഉറങ്ങുകയാണ്. ഇല്ലെങ്കിൽ പിന്നെ വിളിച്ച് നീപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഒരു അങ്ങനെ നീച്ച് വരും. അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ മുട്ടക്കുട്ടി ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ. ലൈറ്റ് ഇട്ടാൽ കണ്ണ് കുത്തുകയാണ് അമ്മാറിന് ചീത്തയൊക്കെ പറയും കേട്ടോ. എന്നാലും ഞാനൊന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഓരൊക്കെ അവിടെ സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ വലിയ എന്താ പറയുക, തകൃതിയൊന്നുമില്ല. പണിയെടുക്കാനൊന്നും സാവകാശം എടുത്താൽ മതിയല്ലോ. ഇപ്പം ആർക്കും എങ്ങോട്ട് പോകാനൊന്നുമില്ലല്ലോ. പിന്നെ എന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ധൃതിയുണ്ട് കേട്ടോ. അങ്ങോട്ട് പോവുകൊണ്ട് ഏട്ടനും അച്ഛനും വിട്ട് കഴിഞ്ഞ് വന്നാൽ പോകും കേട്ടോ അങ്ങോട്ട്. അപ്പം അമ്മ അമ്മേൻ്റെ പണിയൊരുക്കുകയാണ് കേട്ടോ. അമ്മ മുറ്റമൊക്കെ അടിക്കുന്നുണ്ട്. ഇനി എനിക്ക് ഇപ്പുറത്ത് അടിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം അരി ഇട്ടേന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു റേഷൻ അരി ഇട്ടാലോ എന്ന്. പിന്നെ വിചാരിച്ചു ഈ നേരത്തെ വെക്കുകൊണ്ട് വൈകുന്നേരം കേട് വന്നാലോ. അപ്പം എന്നാൽ വേവുള്ള തന്നെ കുറച്ച് വെക്കണുള്ളൂ കേട്ടോ. അച്ഛൻ പോരുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛനും കൂടി പോന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇളയമേനെ അങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമേ പോയതുള്ളൂ കേട്ടോ. കുട്ടികളും ഞാനും അമ്മയും പോയി, ഏട്ടനും പോയി കേട്ടോ. അപ്പോൾ അച്ഛന് മാത്രമുള്ള ചോറ് വെച്ചിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം വന്നിട്ട് വെക്കാൻ വിചാരിച്ചു കേട്ടോ. നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചൂട് കൂടിയിട്ടാണെന്നറിയില്ല, കേട് വരുന്നുണ്ട് കേട്ടോ എങ്ങനെയായാലും. പിന്നെ വൈകുന്നേരം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഞ്ഞിയാണ് കേട്ടോ ഇവിടെ അച്ഛനും അമ്മയും ഏട്ടനൊക്കെ കുടിക്കലുള്ളത്. കുട്ടികൾക്ക് മാത്രം ചോറൊക്കെ മതി. അപ്പം ഇനി ഇളയമയും കൂടി വരുമ്പോൾ ഓർക്കും ചൂടുള്ളത് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് വൈകുന്നേരം വെക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകിയിടുകയാണ്. അപ്പോൾ ഇളയമയ്ക്ക് ഊരവേദനയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉഴിയാനൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ ഒഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുത്ത് കിടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ കുറച്ച് ദിവസം ഇങ്ങോട്ടും വരാമല്ലോ വിചാരിച്ചിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പം എന്നാൽ അവിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവിടെ കുട്ടികളൊന്നുമില്ല, വലിയ മക്കളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഓരോ പണികളിലാണ് കേട്ടോ. അപ്പോൾ നൂൽപുട്ടിൻ്റെ അച്ചൊക്കെ നല്ലോണം വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെക്കേണ്ട സ്ഥാനത്തേക്കാണ്ട് വെച്ചു കേട്ടോ. നൂൽപുട്ടിൻ്റെ അച്ച ഇവിടെ എവിടെയെങ്കിലും കിടക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ചില്ലെടുത്തിട്ട് നന്തുട്ടി അങ്ങനെ കളിക്കട്ടോ. ഓന് ഇഷ്ടമാണ് അത് കറക്കി കളിക്കുന്നത്. പിന്നെ ഓരോരുത്തർ എവിടെയെങ്കിലും ചാടിയിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ വേഗം അതാണ്ട് എടുത്ത് വെക്കുകയാണ്. അപ്പം ഞാൻ അച്ഛനൊരു കറി എന്ന് പറഞ്ഞാൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അച്ഛന് പിന്നെ അങ്ങനെ കറീനോട് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഉള്ളിയും കിഴങ്ങും ഉപ്പേരിയോ ഇല്ലെങ്കിൽ ഒരു ചമ്മന്തി മീൻ വറുത്തതും ഉണ്ടെങ്കിലൊക്കെ അച്ഛൻ കഴിക്കും കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് വേണമെന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അതിലൊരു മുട്ടയും പുഴുങ്ങിയിടാമെന്ന് വിചാരിച്ചു. എന്നാൽ ഇഷ്ടമാണ് കേട്ടോ. മുട്ട റോസ്റ്റും ചോറും കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അധികം കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ, എളുപ്പമുണ്ടേനും. അപ്പോൾ അതൊക്കെ ഒന്ന് അരിയാന്ന് വെക്കുകയാണ്. അപ്പോൾ വിറകിന് എന്നെന്തോ ഒരു കൊഞ്ചലുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ കിടന്നതാണ്.
ചില ദിവസം അങ്ങനെയാണ് കേട്ടോ. അമ്മക്ക് എന്തെങ്കിലും ധൃതി ഉണ്ടെങ്കിൽ പിന്നെ അടുപ്പിനും തീയിനും ഒക്കെ ഒരു എന്താ പറയുക കൊഞ്ചലാണ് കേട്ടോ. മാഞ്ഞാളം കാട്ടുക എന്നൊക്കെ പറയും. അമ്മ എപ്പോഴും പറയും മാഞ്ഞാളം കാട്ടുകയാണ് പറയും. അപ്പം അങ്ങനെ ഒരു മാഞ്ഞാളാണെന്ന് അടുപ്പിനും തീയിനും ഒക്കെ എന്താണെന്നറിയില്ല. അപ്പോൾ ഉള്ളിയൊക്കെ നന്നാക്കി വേഗം വേസ്റ്റിക്ക് തന്നെ ഇട്ട് വെച്ചിട്ടോ അതിൻ്റെ തൊലിയൊക്കെ. പിന്നെ അതവിടെ അങ്ങനെ പരന്ന് കിടക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അത് കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ എടുക്കുകയാണ്. മക്കളൊന്നും നീച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഓരൊക്കെ വിളിക്കണം. ഇന്നിപ്പോൾ നേരം വൈകില്ല നീക്കലൊന്നും നടക്കൂല കേട്ടോ. വേഗം നീപ്പിച്ച് പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കിട്ടുമ്പോഴേക്കും ഏട്ടനും അച്ഛനും വെട്ടമൊക്കെ കഴിഞ്ഞ് വരും കേട്ടോ. പാലെടുക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ തെളിയിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ വേഗം വരും കേട്ടോ. അപ്പോൾ നമ്മൾ നെല്ലിക്ക ഊറ്റി വെച്ചത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം വന്നിട്ടൊന്ന് അച്ചാറാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിലിട്ടതാവുകൊണ്ട് അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റും ഉണ്ടാകുമല്ലോ. അപ്പോൾ 2 കിലോ നാൾ അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അത് ഉപ്പിലിട്ട് വെച്ചിട്ട് കുറേ മക്കൾ തിന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കി അച്ചാറിടാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട് അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറുണ്ട് തിളച്ചിട്ട് വേണം അതൊന്ന് വെക്കാൻ. അപ്പം ഞാൻ ആ വേസ്റ്റ് അതാക്കണ കോഴിക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഓൽക്ക് കഴിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതവിടെ ഉണ്ട് കൊണ്ടുപോയി ഓല പാത്രത്തിലാണ്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ആകെ 4 കോഴിക്കളുള്ളൂ കേട്ടോ. അപ്പോൾ ഓല അതൊക്കെ കൊത്തി തിന്നെയാണ്. അപ്പോൾ ഞാനിവിടെ അടിച്ചും വാരാച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ നീച്ച ഉടനെ തന്നെ ഇപ്പോൾ കുളിയൊന്നും നടക്കലില്ല. ചില ദിവസങ്ങളിൽ കുളിക്കും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ കുളിക്കുകയുള്ളൂ. ഓരോ ദിവസം ഓരോ മൂടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തിരുമ്പാനും കൂടി ഉണ്ട്. ആ തിരുമ്പലും കൂടിയും കഴിഞ്ഞിട്ടേ കുളിക്കുകയുള്ളൂ കേട്ടോ. അപ്പം മുറ്റടിക്കാൻ പറഞ്ഞാൽ അനുട്ടി നീച്ച് അനുട്ടി അടിച്ചു വരികയൊക്കെ ചെയ്യും കേട്ടോ. ചില ദിവസങ്ങൾ നേരത്തെ നീക്കും, അപ്പം അടിക്കാനൊക്കെ കൂടും. ചില ദിവസം വൈകിയാവും നീക്കുക. ഓരോ മൂടാണ്. നീച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പണിയൊക്കെ പറഞ്ഞാൽ അവള് കേൾക്കൂട്ടോ. അപ്പോൾ അത് ആ വേസ്റ്റിൻ്റെ പാത്രം ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മേൻ്റെ അടിച്ചുവാരലും എൻ്റെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അവിടെ ചോറൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി തിളച്ചിട്ട് വേണം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ചായ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, നേരത്തെ ഉണ്ടാക്കി വെച്ചതല്ലേ. അപ്പോൾ കണ്ണന് കുടിക്കുമ്പോൾ നല്ല ചൂടുവാണ് കേട്ടോ. നന്തുട്ടിക്കാണെങ്കിൽ ചൂടാറ് വേണം. അപ്പോൾ പിന്നെ ഞാനതൊന്ന് ചൂടാറ്റി കൊടുക്കും വേണം. പിന്നെ അപ്പോൾ ചോറൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് വെക്കണം. അപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊന്നും എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതൊന്നും എപ്പോഴൊന്നും എടുക്കലില്ല കേട്ടോ. വല്ലപ്പോഴും ഉള്ളൂ എടുക്കാൻ മടിയാണ്, നല്ല കനം ഉണ്ടാവുകൊണ്ടേ. അപ്പം അമ്മ അതിൻ്റെ ഇടയ്ക്ക് മത്തൻ്റെ ഇലയൊക്കെ നുള്ളി വന്നിട്ടുണ്ട് കേട്ടോ. ഇളയമയ്ക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ മത്തൻ്റെ ഇല. അപ്പോൾ ഇതാ ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പച്ചമുളകും സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വഴന്ന് കിട്ടിയപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടുകം ഉപയോഗിച്ചിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടുകം ആവുമ്പോൾ ഈ ഒരു ഉള്ളി കറുത്ത് കിട്ടും കേട്ടോ. നല്ല രസമാണ് കാണാൻ. കുറേ സമയം ഇങ്ങനെ വാടി കഴിയുമ്പോൾ കറുത്ത് കിട്ടും. നമ്മൾ ഇറച്ചിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സാധാരണ ചിലപ്പോൾ ഞാൻ മുട്ട റോസ്റ്റിൽ തക്കാളിയൊന്നും ചേർക്കലില്ല, വെറും ഉള്ളി വാട്ടലേ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ലല്ലോ. പിന്നെ ചിലർ മസാലപ്പൊടികളൊക്കെ ചേർക്കും, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊക്കെ ചേർക്കൂലേ, അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ ഈ ഒരു രീതിക്കാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചിലർ ചൂടുവെള്ളം ഒന്നും ഒഴിക്കൂല കേട്ടോ, വെളിച്ചെണ്ണയിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കും. അപ്പോൾ കണ്ടില്ലേ ഇതാക്കണേ, അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കൊരു മുട്ട പുഴുങ്ങിയിടണം. അപ്പോൾ കണ്ണൻ ചായ കുടിച്ചിട്ട് വേണം മുട്ട പോയി കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ മുട്ട കടയിൽ പോയി കൊണ്ടുവന്നിട്ട് വേണം. അപ്പോൾ കണ്ണന് ചായ കൊടുക്കുകയാണ്. ഓൻ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓന് വേഗം അങ്ങോട്ട് ആയോർക്ക് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടി ഒപ്പം കുടിക്കാന്ന് വെച്ചാൽ നടക്കൂല. അപ്പോൾ നൂൽപുട്ടാവുകൊണ്ട് 2 ദിവസമായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. ദോശ മടുത്തു എന്ന് പറഞ്ഞാൽ. പക്ഷേങ്കിൽ നന്ദുട്ടിന് ദോശയൊന്നും മടുത്തിട്ടില്ല കേട്ടോ. നന്ദുട്ടിന് കുറച്ച് മാവ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ നൂൽപുട്ടും കറിയും ചായയൊക്കെ കണ്ണൻ കുടിക്കുകയാണ്. അപ്പോൾ അമ്മ അതാ കട്ടൻ ചായ ഒന്ന് ചൂടാവാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. പെലച്ചയ്ക്ക് ഉണ്ടാക്കണല്ലേ, അപ്പോൾ ഒക്കെ തണുത്തിട്ടുണ്ടാവും. അപ്പോൾ കുടിക്കാൻ സമയത്ത് അമ്മയൊന്ന് ചൂടാക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി വെക്കുകയാണ്. എന്നിട്ടും കുളിക്കാൻ പോകാൻ സമയമായിട്ടില്ല കേട്ടോ. അപ്പോൾ അനുട്ടി നീച്ചിട്ട് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. അപ്പോൾ ചായ സാവകാശം മതി കേട്ടോ. രാവിലെ ചായ വേണം തന്നെ അല്ലാന്ന് പറഞ്ഞില്ലേ. പിന്നെ ഞാൻ കുറേ ചീത്തയൊക്കെ പറയുമ്പോൾ രാവിലെ ചായ ഒന്ന് കുടിക്കും. ഓക്ക് രാവിലത്തെ ചായ അത്ര നിർബന്ധമല്ല കേട്ടോ. ഉച്ചയ്ക്ക് ചോറ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞില്ലേ. പിന്നെ വല്ല ചിക്കനോ മീൻകറിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേഗം ചായ കുടിക്കും കേട്ടോ. അല്ലാത്ത കറികളൊക്കെ ആകുമ്പോൾ കുറച്ച് മടിയാണ് കുടിക്കാൻ. അപ്പോൾ ഞാൻ അവളോട് അടിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് അടിച്ച് വാരിയിടുകയാണ്. അപ്പോൾ തലേ ദിവസം ഞാൻ തുടച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്ന ദിവസം ഞാൻ തലേന്ന് തന്നെ തുടച്ചിടും കേട്ടോ. എന്നാൽ രാവിലെ പണി എളുപ്പമാണല്ലോ. അപ്പോൾ മേശപ്പുറത്ത് കുറേ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. രാത്രിക്കത്തെ പഠിക്കണ യുദ്ധമാണ് അതൊക്കെ. നന്ദൂട്ടനും ഇപ്പോൾ സ്ലൈറ്റ് എടുത്ത് ഓരോന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോന്നാണ് കാണുന്നത്. അതൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ അനുമോൾ അടിച്ച് വാരി തന്നെയാണ്. ഞാൻ തിരുമ്പാനുള്ളതൊക്കെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്ദുട്ടി ഉറങ്ങി കിടക്കണ്ടപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കുകയാണ്. എനിക്കിങ്ങനെ ഉറങ്ങുകയാണെങ്കിലും ഇങ്ങനെ ശല്യപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏട്ടുണ്ടെങ്കിൽ എപ്പോഴും ചീത്ത ഇറങ്ങി ഉറങ്ങണവരെന്തിനാണ് ഈ ശല്യപ്പെടുത്തുന്നതെന്ന് അങ്ങനെ പറയുകയെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഓരങ്ങോട്ട് ഉണരുകയും ചെയ്യും. അപ്പോൾ ഉണർന്നിട്ടുണ്ട് കേട്ടോ ആൾ. ഞാൻ കുറേ കിക്കിലേക്ക് ആക്കി എന്താ പറയുക കണ്ണുത്തിക്കളിയൊക്കെ കളിച്ചപ്പോൾ നീച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുറച്ച് സമയം കൂടി അവിടെ കിടക്കാൻ പറഞ്ഞിട്ട് ഞാനൊന്ന് പുതച്ച് കൊടുത്തുട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുമ്പാനൊക്കെ പോയി. തിരുമ്പലൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ തിരുമ്പലിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ സിന്ദൂരമൊക്കെ ഒന്ന് ഇടുകയാണ് കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്കിങ്ങനെ സിന്ദൂരം ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ. ചില ദിവസം ഞാൻ മറക്കലുള്ളൂ, മിക്ക ദിവസങ്ങളിലും അതിടും കേട്ടോ. പിന്നെ ഇതാ ഇപ്പം ഇഷ്ടം പോലെ ചന്ദനം ഇരിക്കുന്നുണ്ടല്ലോ. നമ്മൾ പഴനി പോയി വന്നപ്പോൾ ഇഷ്ടം പോലെ ചന്ദനം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അനുമൊക്കെ എപ്പോഴും ചന്ദനമില്ല എന്ന് ഒരു പരാതി ഉണ്ടാവലുണ്ട് കേട്ടോ. ഒക്കെ അമ്പലത്തെ ചന്ദനമാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതൊന്ന് തൊട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ മേക്കപ്പ്. ചിലപ്പോൾ ഒരു കറുത്ത പൊട്ടിടും, സിന്ദൂരിടും, അല്ലെങ്കിൽ ചന്ദനക്കുറിയിടും, ഒരു സിന്ദൂരിടും, അത്രേ ഉള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ എന്തായാലും എന്നും ഒരുങ്ങി ചമഞ്ഞ് അങ്ങോട്ട് പോകാനൊന്നുമില്ലല്ലോ. എന്നാലും വീട്ടിലാണെങ്കിലും അതിൻ്റേതായ രീതിക്കൊന്ന് നിൽക്കും. പിന്നെ അതാ കണ്ണൻ പോയി മുട്ടയൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ നടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഗ്യാസമ്മ വെച്ചു. അപ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് വെച്ചിട്ടോ. എന്നാൽ തോല് ഒളിക്കാൻ വേഗം കിട്ടുമല്ലോ. പിന്നെ അതാ തിരുമ്പിയതൊക്കെ ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ടിട്ടോ. പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി വരുമ്പോഴേക്കും മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അച്ചയ്ക്ക് അതൊരു പണിയാവില്ല വിചാരിച്ചിട്ട് ഒക്കെ ഉള്ളിൽ തന്നെ ഇട്ടു. അപ്പോൾ പിന്നെ അതാ ഏട്ടനൊക്കെ വിട്ട് കഴിഞ്ഞ് വന്ന് എല്ലാവരും പുറപ്പെടലായിട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഇളയമേനെ കൊണ്ടുപോകാൻ. അപ്പോൾ അമ്മ എല്ലാവരും പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്